ഹലോ എവ്രി വൺ. ട്രേഡേഴ്സ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, ഓവർ ട്രേഡിങ്. ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യണം, അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. നമ്മൾ രാവിലെ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞ 920 സ്ട്രാറ്റജിയിൽ നമ്മൾ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. പിന്നെ ഡോണ്ട് ഇനീഷ്യേറ്റ് എനി ട്രേഡ്സ് ഫോർ ദാറ്റ് ഡേ. നമുക്ക് ഇനഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നമുക്ക് സേഫ്. പോട്ടെ, ഒന്നോ രണ്ടോ, ചില ദിവസം നല്ല ട്രെൻഡിങ് ഡേയ്സ് ആയിരിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം നല്ല ട്രെൻഡ്സ് ഉണ്ടാവും. സോ വി ഡോണ്ട് വോണ്ട് ടു ബി ഔട്ട് ഓഫ് മാർക്കറ്റ്. ആ സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു 2-3 ട്രേഡിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യരുത്. എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും വി ആർ തിങ്കിങ് വിൽ മേക്ക് മോർ മണി. ബട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ്, നമ്മൾ ഉണ്ടാക്കിയ പൈസ ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയ മിസ്റ്റേക്കാണ്, ഓവർ ട്രേഡിങ്. നെക്സ്റ്റ് വൺ ഈസ് റിവെഞ്ച് ട്രേഡിങ്. റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് രാവിലെ ഒരു 5000 രൂപ ഉണ്ടാക്കി. നമ്മൾ ഈ 5000 രൂപ അടുത്ത ട്രേഡിൽ 2500 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായി? റിവെഞ്ചായി. എൻ്റെ 5000 2500 അപ്പോൾ എൻ്റെ 2500 എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ട്രേഡ് ചെയ്യും. അപ്പം ഞാൻ ഒരു 1000 കൂടി കളയും. അപ്പോൾ ഈ 3500 തിരിച്ചു പിടിക്കാനായിട്ട് അടുത്ത ട്രേഡ്. അങ്ങനെ റിവെഞ്ച് എടുത്ത് ഓരോ മാർക്കറ്റ് ഓരോ ഇതിൽ മൂവ് ചെയ്യുന്നത് ഓരോ വേ, ഇറ്റ് വിൽ ഗോ അപ്പ്, ദെൻ ഇറ്റ് വിൽ കം ഡൗൺ. നമ്മൾ ഓരോ ഹൈസിലും ഓരോ ലോസിലും ഒക്കെ ട്രേഡ് എടുക്കും. ലോങ് എടുക്കും, ഷോർട്ട് എടുക്കും. അങ്ങനെ നമ്മൾ ഫുൾ പൈസയും കളഞ്ഞ് നെഗറ്റീവ് ആവും. അതാണ് റിവെഞ്ച് ട്രേഡിങ്. ഈ രണ്ടെണ്ണം ഭയങ്കര ഡേഞ്ചറസ് ആണ്.